ആ പണ്ട് 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 നമ്മുടെ നാട് ജന്മിമാരുടെ കൃഷിയിടങ്ങളായിരുന്നു. എങ്ങും പച്ച നിറഞ്ഞു കിടക്കുന്ന ഗ്രാമം. അന്നത്തെ കാലത്ത് ഈ ഗ്രാമത്തിലുള്ള എല്ലാവരും കൃഷിയെ ആശ്രയിച്ചാണ് ജീവിച്ചിരുന്നത്. എന്നാൽ ആ നല്ല നാളുകൾ അധികം നീണ്ടു നിന്നില്ല. ഗ്രാമം വരൾച്ചയിൽ വരഞ്ഞു. കൃഷിയെല്ലാം നശിച്ചു. അത് കൊട്ടാരത്തിലേക്കുള്ള വരുമാനത്തെ ബാധിച്ചു. അതിൽ രാജാവ് അസ്വസ്ഥനായി. മന്ത്രിസഭ കൂടിയെങ്കിലും രാജാവിന് അനുയോജ്യമായ പ്രതിവിധി ഒന്നും കണ്ടെത്താനായില്ല. അങ്ങനെയിരിക്കെ ഈ ഗ്രാമത്തിലൊരു മന്ത്രവാദി രാജാവിന് ഒരു പ്രതിവിധി പറഞ്ഞു കൊടുത്തു. വരൾച്ച മാറാനുള്ള പ്രതിവിധി കേട്ട് ജനങ്ങളെല്ലാം ഭയന്നു. താഴ്ന്ന ജാതിയിൽപ്പെട്ട കന്യകയായ ഒരു സ്ത്രീയെ ബലി നൽകാനാണ് മന്ത്രവാദി അന്ന് രാജാവിനോട് പറഞ്ഞത്. ആ പ്രതിവിധി ഫലം കണ്ടു. രാജാവിന് സന്തോഷായി. എന്നാൽ അതിമോഹിയായ രാജാവ് ഇതിൽ തൃപ്തിപ്പെടാതെ വീണ്ടും ബലിക്കായി ഒരുങ്ങി. എന്നാൽ ഈ തവണ കാളി എന്ന സ്ത്രീയെയാണ് ബലി നൽകാൻ തീരുമാനിച്ചത്. രാജഭടന്മാർ നവവധുവിനെ പോലെ ഒരുക്കി കാളിയെ ബലി നൽകുന്ന കാട്ടിലേക്ക് അയച്ചു. അപ്പോഴാണ് ഭടന്മാർ അങ്ങ് ദൂരെ ഒരു ചിലമ്പിന്റെ ശബ്ദം കേൾക്കുന്നത്. പെട്ടെന്ന് ദേഹം നിറയെ ചായം പൂശിയ ഒരു രൂപം അവർക്ക് നേരെ വന്നു. തന്നെ ഉപദ്രവിച്ചവരെല്ലാം മരണപ്പെട്ടെന്ന വാർത്ത കേട്ടാണ് അബോധാവസ്ഥയിലുള്ള കാളി ഉണരുന്നത്. പിന്നീട് ഗ്രാമത്തിലുള്ള ജനങ്ങൾ ആ രൂപത്തെ ദൈവമായി സങ്കല്പിച്ച് ആരാധിക്കാൻ തുടങ്ങി.